അൻപോട് കൺമണി ഇത്ര അധപ്പതിച്ചൊരു സിനിമ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിന് കാരണം വേറൊന്നുമില്ല, ഈ സിനിമയിലെ കൺസെപ്റ്റൊക്കെ കൊള്ളാം. പക്ഷേ ഒരു 10 വർഷം മുൻപ് ഈ ഒരു കൺസെപ്റ്റിൽ ഒരു സിനിമ വന്നാൽ പോലും അതൊരു ഔട്ട്ഡേറ്റഡ് സാധനമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു സിനിമയുടെ എക്സാക്റ്റ് പകർപ്പാണ് ഇത്, സീൻ ബൈ സീൻ. അന്ന് ആ സിനിമ കണ്ടപ്പോൾ തന്നെ ഇത് വേറെ പല സിനിമയുടെ പകർപ്പായിട്ടാണ് തോന്നിയത്. അപ്പോഴാണ് ഇങ്ങനെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ആ സിനിമയുടെ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. അതിന് പിന്നെ ചില സ്ഥലത്തൊക്കെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊരു 2 ഔട്ട് ഓഫ് 5 എന്ന് റേറ്റിംഗ് കൊടുത്തൊരു സിനിമയാണെന്ന് തോന്നുന്നത്. ചിലയിടത്തൊക്കെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു, കാസ്റ്റിങ്ങിലായാലും അല്ലാതെയൊക്കെ. ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല, ഉടനെ തന്നെ അതെല്ലാവരും അറിയും. പക്ഷേ ഇത് ഒന്നുമില്ല ഒരു തരത്തിലും. എനിക്കൊന്ന് ഒരേ സമയത്ത് ഷൂട്ടിംഗ് കഴിഞ്ഞ് റിലീസ് ആവാൻ ഇരുന്നിട്ട് അത് റിലീസിന് ശേഷം കുറച്ച് കഴിയട്ടെ, ഇപ്പോൾ ജേക്കബും ജോമോൻ്റെ സുവിശേഷവും വന്നതുപോലെ അങ്ങനെ മാറ്റിയതാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഒരു കാര്യമില്ല, മറ്റേ രണ്ടും നല്ല സിനിമകളായിരുന്നു. ഇത് രണ്ടും രണ്ട് സിനിമയും കണക്ക്. ലിജു തോമസ് കവി ഉദ്ദേശിച്ചതിൻ്റെ 2 സംവിധായകരിൽ ഒരാളാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ സംവിധായകൻ. അനീഷ് കൊടുവള്ളിയാണ് സിനിമയുടെ റൈറ്റർ. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഇതിൻ്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ ശേഷമുള്ള കപ്പിൾസിൻ്റെ ലൈഫിൽ സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ ഒരു ഗ്രാമത്തിലൊക്കെ താമസിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി നാട്ടുകാരുടെ എന്താണ് ചോദ്യം ഉണ്ടാകുന്നത്, നമ്മുടെ കേരള സൊസൈറ്റിയിൽ നമ്മൾ പണ്ട് തൊട്ട് പറയുന്ന ആ ഒരു ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ത്രൂ ഔട്ട്, തുടക്കം തൊട്ട് അവസാനം വരെ. 2 മണിക്കൂറാണ് ഡ്യൂറേഷൻ. 2 മണിക്കൂർ ഒരു വലിയ ഡ്യൂറേഷൻ അല്ല, പക്ഷേ ഈ സിനിമയ്ക്ക് അതൊരു ഭയങ്കര വലിയ ഡ്യൂറേഷനാണ്. ഒരു 25 മിനിറ്റ് ഷോർട്ട് ഫിലിമിൽ തീർക്കേണ്ട സാധനമാണ്. എന്നാൽ പോലും നന്നാവാൻ ചാൻസ് ഇല്ല, കാരണം അത്രയ്ക്കും തോൽവി. അർജുൻ അശോകനാണ് ഇതിൽ നായകനായിട്ട്, അനഘ നാരായണയാണ് ഹീറോയിൻ. അനഘയാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ് റോളിൽ വരുന്നത്. അൽത്താഫ് സലീമുണ്ട്, മാലാ പാർവതി ഉണ്ട്, ജോണി ആൻ്റണി, നമുക്ക് സുപരിചിതമായിട്ടുള്ള കുറേ ആൾക്കാർ ഈ സിനിമയിലുണ്ട്. ശ്രീകാന്ത് വെട്ടിയാരുണ്ട്, നവാസ് വള്ളിക്കുന്നുണ്ട്, മൃദുൽ നായറുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല, ആരെക്കൊണ്ടും സിനിമയൊന്നും അപ്പാക്കാൻ സാധിച്ചിട്ടില്ല. മൊത്തത്തിൽ അധപ്പതിച്ചാൽ പറയല്ലേ, ഒരു അധപ്പതിച്ച സിനിമ. സ്ക്രിപ്റ്റ് തോൽവി, ഡയറക്ഷൻ തോൽവി, ടെക്നിക്കലി ഒക്കെ ഒരു 10 വർഷം മുമ്പത്തെ സിനിമ തിയേറ്ററിൽ കണ്ടാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ഫീല്. പെർഫോമൻസസ് കുഴപ്പമില്ല, എല്ലാവരും കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലയിടത്തൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി, ഒരു ഡ്രാമാറ്റിക് രീതി, അതും എന്നിട്ടും കുഴപ്പമില്ലെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ അതാണ് ഡിമാൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ നമുക്ക് മൊത്തത്തിലുള്ളൊരു മ്യൂസിക്കലി ആയാലും പിന്നെ അതല്ല ഡയറക്ടർ പറഞ്ഞു കൊടുത്തതൊക്കെ മീറ്ററൊക്കെ വെച്ചിട്ട് അവർക്കതേ ചെയ്യാൻ ഒക്കൂ. കാരണം അല്ലാതെ ഇവരെല്ലാം നല്ല ആർട്ടിസ്റ്റുകളാണെന്ന് നമുക്കറിയാമല്ലോ. എനിക്ക് അനഘയുടെ പെർഫോമൻസ് കുറച്ചും കൂടെ കൂട്ടത്തിൽ ഏറ്റവും ബെറ്ററായിട്ട് തോന്നുന്നത് അനഘയുടെയാണ്. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഒറ്റ വാചകം, പൈസയും സമയവും ലാഭിക്കൂ. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് 1 ഔട്ട് ഓഫ് 5 ആണ്.